ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൽ ഡേ 16ലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഡേ 15 വരെയുള്ള എല്ലാ പ്രാക്ടീസും കൃത്യമായി എൻ്റെ കൂട്ടുകാരെല്ലാവരും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും കൈക്കുമ്പിളിൽ എത്തിക്കുന്ന അമേസിങ് ആക്ടിവിറ്റീസുകളാണ് 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ബോഡി ഹീലാകുന്നതെന്നാണ് ഇന്നത്തെ പ്രാക്ടീസിലൂടെ പറയുന്നത്. ഈ ലോകത്തിലെ തന്നെ പല വ്യക്തികളും ഈ പ്രാക്ടീസ് ചെയ്തതിലൂടെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം വരെയും തിരിച്ചു പിടിച്ച പല സ്റ്റോറീസും നമ്മുടെ ഓഥർ റോണ്ട ബോൺ പറയുന്നുണ്ട്. നമുക്കറിയാം, കൃതജ്ഞത എന്ന് പറയുന്നത് സമ്പത്താണ്, അല്ലേ? കംപ്ലയിൻസ് എന്ന് പറയുന്നത് ദാരിദ്ര്യവുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിൽ അബൻഡൻസ് കൊണ്ടുവരുന്ന അമേസിങ് പ്രാക്ടീസിൻ്റെ പേരാണ് മാജിക് ആൻഡ് മിറാക്കിൾസ് ഇൻ ഹെൽത്ത്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വരുമ്പോൾ രോഗത്തേക്കാൾ കൂടുതൽ നമുക്ക് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഭയം ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട്. പേഴ്സണലി ഞാൻ ഇത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും തുടർച്ചയായി ഈ ഇമോഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രോഗാവസ്ഥ കൂടുതൽ മോശമാകുകയാണ് കണ്ടുവരാറുള്ളത്. നമ്മൾ രോഗാവസ്ഥകളെക്കുറിച്ച് ആവലാതി പറയുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പരാതി പറയുന്നത് അതേ കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും കംപ്ലയിൻസ് പറയാനുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും പരിപൂർണ ആരോഗ്യത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അത് മാറിപ്പോകുന്നതായി കാണാം. പെർഫെക്റ്റ് ഹെൽത്തി ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്തിനും ബോഡി പാർട്സിനും നന്ദി പറയുന്നത് ഒരു ശീലമാക്കണം. പലരും ബോഡി പാർട്സിനെ കുറിച്ചും സ്വന്തം രൂപത്തെക്കുറിച്ചും സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും പേഴ്സണലി ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊള്ളില്ല, മൂക്ക് ചപ്പിപ്പോയി, ഹെയർ കുറഞ്ഞുപോയി, പൊക്കം കൂടിപ്പോയി, അല്ലെങ്കിൽ കുറഞ്ഞുപോയി, വണ്ണം കൂടി, ബോഡി ഷേപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല കണ്ണും മൂക്കും വായുമൊക്കെ പെർഫെക്റ്റ് സ്ഥലത്ത് നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ ദൈവം പ്ലേസ് ചെയ്തു തന്നു. നമ്മൾ എത്ര ഗ്രേറ്റ്ഫുള്ളാണ്. പെർഫെക്റ്റ് ഹെൽത്ത് കിട്ടാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ട്. ഇനി കുറ്റം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് വേണ്ടി ഒരു പരിധിയുമില്ലാതെ രാത്രിയും പകലുമൊക്കെ പെർഫെക്റ്റായി സർവീസ് ചെയ്യുന്നവരാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, അല്ലേ? എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹെൽത്തിനെ റീറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അമേസിങ് പ്രാക്ടീസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം മാജിക്കലി എങ്ങനെ സുഖപ്പെടുത്താം എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് ആരോഗ്യത്തോടെ ഹൈ എനർജിയിൽ ചെയ്തുകൊണ്ടിരുന്ന 3 കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് ഓർത്തെടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും എഴുതുകയും ചെയ്യും. ചെറുപ്പത്തിൽ നമ്മൾ ഓടിക്കളിച്ചതും മരം കയറിയതും ചാടിയതും ഫുട്ബോൾ കളിച്ചതും ക്രിക്കറ്റ് കളിച്ചതും സുഹൃത്തുക്കളുമായി ഓട്ടമത്സരം നടത്തിയതും മഴ നനഞ്ഞതും നീന്തി കളിച്ചതും അടിയുണ്ടാക്കിയതും പെർഫെക്റ്റ് ഹെൽത്ത് ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ? അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന നല്ല ആരോഗ്യത്തെ ഓർത്തെടുത്ത് നമ്മുടെ മാജിക്കൽ വേർഡായ താങ്ക് യു പറയണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് പ്രസൻറ്റിലുള്ള ഹെൽത്തിന് വേണ്ടിയാണ്. നിലവിൽ നമുക്കുള്ള ഹെൽത്തിന് നന്ദി പറയണം. അതിനായി നമ്മുടെ ബോഡിയിലെ 5 ഓർഗൻസിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. നമുക്കറിയാം, കാൽപാദം തൊട്ട് ഉച്ചി വരെ നമുക്ക് നന്ദി പറയാൻ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഹൃദയത്തിന് നന്ദി, പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്ന ലിവറിന് നന്ദി, നമ്മളായി നിലനിർത്തുന്ന നമ്മുടെ പെർഫെക്റ്റ് ബ്രെയിന് നന്ദി, ബ്ലഡ് സെൽസിന് നന്ദി, നമ്മുടെ കിഡ്നിക്ക് നന്ദി. അങ്ങനെ എഴുതിയാലും പറഞ്ഞാലും തീരാത്ത അത്രയുമുണ്ട്. അപ്പോൾ സെക്കൻഡ് പ്രാക്ടീസിൽ 5 ഓർഗൻസിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അപ്പോൾ അടുത്ത് നമ്മുടെ തേർഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ അമേസിങ് ഹെൽത്ത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസാണ് കേട്ടോ. അതായത് നമുക്ക് ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് നമ്മുടെ തേർഡ് പ്രാക്ടീസ്. അപ്പോൾ ഭാവി നമ്മുടെ ആരോഗ്യം ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് പെർഫെക്റ്റ് ആയിരിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുകയും ഇമാജിൻ ചെയ്ത് നന്ദി പറയുകയുമാണ് തേർഡ് പ്രാക്ടീസിൽ നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഉദാഹരണമായി ഐഡിയൽ വെയ്റ്റിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പെർഫെക്റ്റ് വെയ്റ്റിൽ എത്തിയതായും പെർഫെക്റ്റ് ഡ്രസ്സ് ധരിക്കുന്നതും പെർഫെക്റ്റ് ബോഡി ഷേപ്പ് ആകുന്നതും ആരോഗ്യത്തോടെ നടക്കാൻ കഴിയുന്നതും ഏജ് റിവൈസ് ചെയ്യുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്ത് താങ്ക് യു അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പറയാം.
അതുപോലെ ലെഗ് പെയിൻ ഉള്ളവർക്ക് പരിപൂർണ ആരോഗ്യത്തിലെത്തുന്നതും പടികൾ ഈസിയായി കയറുന്നതും മാളിൽ ഷോപ്പിംഗ് ചെയ്യുന്നതും വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്ത് അഡ്വാൻസ്ഡായി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. ശരിക്കും ഇത് വെരി ഹെൽപ്ഫുൾ പ്രാക്ടീസാണ്. നമുക്ക് എല്ലാവർക്കും ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര കൺസേൺ ആണ്. അപ്പോൾ എല്ലാവരും ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും അതിശയകരമായി അത്ഭുതകരമായി പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ.